വീണ്ടും മലപ്പുറത്ത് നിന്നും സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിൽ, വണ്ണമില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും നിരന്തരം അവഹേളനവും കുത്തുവാക്കുകളും സഹിച്ച് മലപ്പുറം മഞ്ചേരി എളങ്കൂരിൽ ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എത്ര സങ്കടപ്പെടുത്തുന്ന, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സ്വന്തം ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും ശാപവാക്കുകളും. തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും തടിയില്ലാത്തതിനെക്കുറിച്ചും കളിയാക്കി സംസാരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, എന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് ചിരിക്കുക. നിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ല് കുത്തിയിട്ട് കൂടെ കിടക്കാൻ പറ്റുന്നില്ലല്ലോ, വെള്ളിക്കോല് പോലെ നീ ഒന്നും കഴിക്കാറില്ലേ, തിന്നാറില്ലേ, നാലാൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ മാനസികമായി തളർത്തുക എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് തൻ്റെ ഭർത്താവിൽ നിന്നാകും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2 വർഷമായി പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോവാനും ബൈക്കിൽ യാത്ര ചെയ്യാനൊക്കെ വിഷ്ണുജയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. മറ്റുള്ളവർ കണ്ടാൽ പരിഹസിക്കുമെന്ന് പറഞ്ഞ് ഇവളെ എവിടെയും കൊണ്ടുപോവാറില്ല. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെങ്കിലും തൻ്റെ മകളെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് അച്ഛൻ സങ്കടത്തോടെ പറയുന്നു. ശരിയാണ്, ആ കുട്ടി എത്ര ആഗ്രഹിച്ചു കാണും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാൻ. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ്, അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും, അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ ഞാൻ പറയാം എന്നാണ് ആ പെൺകുട്ടി അന്ന് പറഞ്ഞിരുന്നത്. ഭർത്താവിന് മറ്റു സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ മകൾ ചോദിക്കുമ്പോൾ നന്നായി മർദ്ദിക്കും. ഒരു ക്രിമിനൽ സ്വഭാവമാണ് ഇയാൾക്ക്. ഈ കാര്യങ്ങളൊക്കെ മകൾ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നതെന്നാണ് അച്ഛനും കുടുംബക്കാരും പറയുന്നത്. എൻ്റെ മകൾക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്, കുറച്ച് വണ്ണം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് മറ്റു പല ബന്ധങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മകളെ നൈസായി ഒഴിവാക്കാൻ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുകയാണ്. മകൾക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, പഠിപ്പ് കുറവാണ്, ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞ് മാനസികമായി തളർത്തുകയായിരുന്നു. അയാൾ കൊന്നതാണോ എന്ന കാര്യത്തിൽ പോലും വീട്ടുകാർക്ക് ഇപ്പോൾ സംശയമുണ്ട്. നിറത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ പേരിൽ 1 മാസത്തിനിടെ 2ാമത്തെ ആത്മഹത്യയുടെ വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത തന്നെയാണിത്. മലപ്പുറം പൂക്കാട്ടുപാടം സ്വദേശി 25 വയസ്സുള്ള വിഷ്ണുജയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. വിഷ്ണുജയുടെ കുടുംബം പറയുന്നത് നിരന്തരമായി വിഷ്ണുജയെ ഭർത്താവായ പ്രവീൺ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാവുന്നതേയുള്ളൂ. വിവാഹം കഴിഞ്ഞ് 1 ആഴ്ച ആയപ്പോൾ തന്നെ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് വിഷ്ണുജയെ ഭർത്താവ് ഇരയാക്കിയിരുന്നു. സൗന്ദര്യം കുറവാണെന്നും സ്ത്രീധനം കുറവാണെന്നും തന്നെ സഹായിക്കാൻ ഒരു ജോലി പോലും ഇല്ലെന്നുമൊക്കെ പറഞ്ഞാണ് മാനസികമായി പീഡിപ്പിച്ചിരുന്നത്. ഒന്നിനും കൊള്ളാത്തവളാണെന്നും തന്റെ ചിലവിൽ തന്നെ കഴിഞ്ഞ് സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരുന്നത്. ഒരിക്കൽ പോലും പ്രവീൺ വിഷ്ണുജയെ പുറത്തു പോലും കൊണ്ടുപോയിരുന്നില്ല. നിന്നെ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല, മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് ഇറക്കാൻ പറ്റില്ല, നിന്റെ കോലം അങ്ങനെയാണ്. ബന്ധുവിന്റെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലുമൊക്കെ ആഘോഷമുണ്ടാകുമ്പോൾ പോലും കൊണ്ടുപോവില്ല. എവിടെയാണ് പോകുന്നത് പോലും പറയാതെ പോവും. ഞാനും പോരുമായിരുന്നു എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ മുഖം കോട്ടും. ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും, ആ ആവശ്യങ്ങളൊന്നും പറഞ്ഞാൽ ഇയാൾ നിറവേറ്റി കൊടുക്കില്ല. അത്രത്തോളം ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ പെൺകുട്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിലുള്ള ഒരു ജോലിയുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്. ഇതൊക്കെ വളരെയധികം സങ്കടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു പെൺകുട്ടി 2 വർഷത്തോളം അനുഭവിച്ചത് എത്രത്തോളം പീഡനമായിരിക്കും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവനൊക്കെ എവിടെയാണ്? ഇവന്റെ കണ്ണ് മുഖത്തില്ലായിരുന്നോ? പെൺകുട്ടിയെ കണ്ടിട്ടല്ലേ വിവാഹം ഉറപ്പിച്ചത്? പെൺകുട്ടിക്ക് കളറില്ലാത്തതും വണ്ണമില്ലാത്തതും ജോലിയില്ലാത്തതുമൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇയാൾ അറിയുന്നത്. ഇതൊക്കെ പലരുടെയും ചോദ്യമാണ്. ഇതൊക്കെ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അനുഭവിച്ച് മരിച്ചു ജീവിക്കുന്നവരായിരിക്കും കൂടുതലും. ഈ ഒരൊറ്റ കാരണത്താൽ ജീവിതം നഷ്ടപ്പെട്ട വിവാഹമോചനം കഴിഞ്ഞവർ എത്രയുണ്ട്? വിഷ്ണുജയും ഷഹന മുംതാസും ഒക്കെ മരിച്ചത് കൊണ്ട് എല്ലാവരും അറിഞ്ഞു. എല്ലാവരും അതൊക്കെ ഒരു ചർച്ചയാക്കുന്നു. പക്ഷെ ഇത്തരം അവഗണനയിലും കുത്തുവാക്കിലും നീറി കഴിയുന്നവർ ഒത്തിരിയാണ്. കറുപ്പുള്ളവർക്ക് ജീവിക്കണ്ടേ? മെലിഞ്ഞവർക്ക് ജീവിക്കണ്ടേ? ഇവർക്കുമുണ്ടാവില്ലേ ഒരു മനസ്സ്? ഇതൊക്കെ ദൈവം തരുന്നതല്ലേ?
വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. ഏതായാലും മലപ്പുറത്ത് നിന്നും വിദ്യാഭ്യാസത്തിന്റെ പേരിലും കളറിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും നടക്കുന്ന രണ്ടാമത്തെ മരണമാണ്. ഒരു മാസത്തിനുള്ളിലാണ് ഷഹന മുംതാസ് എന്ന കൊണ്ടോട്ടിക്കാരി മരിച്ചത്. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും അവഹേളനങ്ങൾ സഹിച്ചാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതേപോലെ തന്നെ വിഷ്ണുജയ്ക്കും സംഭവിച്ചിരിക്കുന്നു. വിഷ്ണുജയുടെ ഫോൺ രേഖകളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി മൊഴിയെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വിഷ്ണുജയുടെ കുടുംബം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. വിഷ്ണുജയുടെ ഭർത്താവ് ഒരു സ്റ്റാഫ് നേഴ്സാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റാഫ് നേഴ്സ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് ക്രൂരമായി പീഡിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്നത്. ഒരു കാര്യം, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ തന്നെയാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു.